ഹായ് ഓട്ടോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹലോ ചേട്ടാ. ഹായ്, ഇത് ഷാൽജി. അപ്പോൾ ചേട്ടനാണ് നമുക്കിന്ന് ഹിമാലയൻ 450യുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ചേട്ടാ, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ഒരു ബ്രാൻഡ് ന്യൂ ആണ്. അപ്പോൾ എന്താണ് ഹിമാലയൻ 450യെ കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ഹിമാലയൻ 450 cc എഞ്ചിനിൽ നമ്മൾ പുതിയതായിട്ട് ഒരു ഷെർപ്പ 450 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻജിൻ നെയിം കൊടുത്തിട്ട് ആദ്യമായിട്ട് ഇറക്കിയിരിക്കുന്നൊരു മോഡലാണ് ഹിമാലയൻ. നമ്മളുടെ തന്നെ പർപ്പസ് ബിൽഡ് അഡ്വഞ്ചർ ടൂറായ ഹിമാലയൻ്റെ ഏറ്റവും പുതിയ ഇവല്യൂഷനാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ. ഒരു ഗ്ലോബ് ത്രോട്ടർ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ഇതിൽ തന്നെ പുതിയ ടെക്നോളജീസായ റൈഡ് ബൈ വയർ, അതേപോലെ തന്നെ ഇതിൽ ഫുൾ മാപ്പ് നാവിഗേഷൻ, അങ്ങനത്തെ ഒട്ടനവധി അഡ്വഞ്ചർ ഫോക്കസ്ഡ് ഫീച്ചേഴ്സ് ഇതിനകത്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റിയ രീതിയിലുള്ളൊരു നിങ്ങളുടെ മോട്ടോർ സൈക്കിളിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. എത്ര റൈഡിംഗ് മോഡുകളാണ് ഇതിനകത്ത്? നമുക്ക് മെയിനായിട്ട് 4 റൈഡിങ് മോഡ്സ് ആണ് വരുന്നത്. ഇതൊരു TFT ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഇതിനകത്ത് നമുക്ക് 2 ടൈപ്പിൽ ഈ ഒരു ഡിസ്പ്ലേ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്വിച്ചിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡിജിറ്റൽ സ്കീമാണ്, അത് നേരെ മാറിയിട്ട് അനലോഗ് ഡിസ്പ്ലേയിലേക്കും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ റൈഡ് മോഡ്സ് വരുമ്പോഴത്തേക്കും റൈഡ് പെർഫോമൻസ് ABS ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് റിയർ ഡിസ്കിൻ്റെ ABS ഓഫ് ചെയ്യാം പെർഫോമൻസിൽ തന്നെ. അതേപോലെ തന്നെ എക്കോ മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ABS ഓൺ ചെയ്യാം, ABS ഇതിനകത്ത് ഓഫും ചെയ്യാൻ പറ്റും. ഇങ്ങനെ 4 മോഡ്സ് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു മൾട്ടിപർപ്പസ് സ്വിച്ച് വരുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ട്. ഇതിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ട്രിപ്പ് ഡീറ്റെയിൽസ്, ട്രിപ്പ് 1, ട്രിപ്പ് 2 അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്യൂൽ റേഞ്ച്, എത്ര കിലോമീറ്ററും കൂടി ഇനി നമ്മൾ വണ്ടി ഓടും എന്നുള്ള ഡീറ്റെയിൽ, വണ്ടി ഓടിക്കുമ്പോഴുള്ള ഫ്യൂൽ കൺസപ്ഷൻ, അത് റൈഡിങ് സമയത്തായിരിക്കും അറിയുന്നത്. അതേപോലെ തന്നെ ബാറ്ററിയുടെ വോൾട്ടേജ്, സർവീസ് എത്ര നാൾ കൂടി അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് സർവീസ് ആവുന്നത്, പിന്നെ വണ്ടിയുടെ എൻജിൻ ടെമ്പറേച്ചർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ മൊബൈൽ ഇതായിട്ട് മിറർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മളുടെ ഫുൾ മാപ്പ് നാവിഗേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ കോൾ അലർട്ട്സ്, മിസ് കോൾ അലർട്ട്സ്, മെസ്സേജ് അലർട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളും. അതേപോലെ നമ്മളുടെ ഇപ്പം മ്യൂസിക് നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ പോസ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മോഡൽ 450 cc എഞ്ചിൻ എന്ന് പറയുമ്പോൾ പുതിയ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ലിക്വിഡ് കൂൾഡ് എൻജിൻ വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് പറയുകയാണെങ്കിൽ 40 Nm ആണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. 40 bhp തന്നെ വണ്ടിയുടെ പവറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഗിയർ വരുമ്പോൾ 6 ഗിയറാണ്, 6 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷനാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ വരുന്നത്. ഷോവ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. മോസ്റ്റ്ലി ഒരു പ്രീമിയം മോട്ടോർ സൈക്കിളിനൊക്കെ വരുന്നതാണ് ഇവരുടെ ഒരു ഷോക്ക് അബ്സോർബേഴ്സ്. അവരുടെ ഫ്രണ്ടിൽ USD ഷോക്ക് അബ്സോർബേഴ്സാണ് കൊടുത്തേക്കുന്നത്. 200 mm ട്രാവൽ ലെങ്ത് വരുന്നുണ്ട് അതിന്. അതേപോലെ തന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിലും മോണോഷോക്കാണ് വിത്ത് ലിങ്കേജ്, അതും 200 mm തന്നെ ട്രാവൽ ലെങ്ത് ആണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏകദേശം ഒരു 235 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ഏതൊരു ഹാർഡ് ടറയിലൊക്കെ യൂസ് ചെയ്താലും ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ ഇതിൻ്റെ സീറ്റ് 825 ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. നമുക്കിതൊരു 20 mm കൂടി ഇത് അഡ്ജസ്റ്റബിൾ ആണ്, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിലിങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെയുണ്ട്. ഇതിൽ നമ്മൾ നേരെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 20 mm കൂടി സീറ്റ് ഹൈറ്റ് കൂടിയിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ. പിന്നെ നമ്മളുടെ ഡിസ്ക് ബ്രേക്ക് നോക്കുകയാണെങ്കിൽ 320 mm വലിയ ഡിസ്ക്കാണ് വരുന്നത് ഫ്രണ്ടിൽ. ബാക്കിൽ വരുമ്പോൾ 270 mm ഡിസ്ക്കാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ഇതിനകത്ത് വരുന്നുണ്ട് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ. പിന്നെ നമ്മളുടെ ടോട്ടലി വണ്ടി കുറച്ചുകൂടി ഒരു ബിഗ്ഗർ സൈസ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു
സൈസ് തോന്നിക്കുന്ന രീതിയിലാണിത്. എങ്ങനെയാണ് ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ? ഇപ്പം ഇത് ഒരു മോഡലിൽ 5 കളേഴ്സാണ്. 5 കളേഴ്സാണ്. 5 കളേഴ്സ് കളേഴ്സ് അനുസരിച്ച് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ കളർ കോമ്പിനേഷൻ ഇപ്പോൾ ഈ ഹിമാലയൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഹിമാലയത്തിനെ കുറിച്ച് ഓർമ്മ വരുമല്ലോ. അപ്പോൾ അതിനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓരോ കളറിനും പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഈ ഇരിക്കുന്നത് ഹാൻഡ്ലേ ബ്ലാക്ക് എന്നാണ് ഈ കളറിൻ്റെ പേര്. ഹാൻഡ്ലേ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു വാച്ച് ടവർ. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഒരു പേര് കൊടുത്തേക്കുന്നത്. അതേപോലെ കാസ ബ്രൗൺ എന്ന് പറഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ ഹിമാലയ അവിടെയുള്ളൊരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അത് കാസ ബ്രൗൺ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹിമാലയൻ സോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട്. ഹിമാലയൻ സോൾട്ടിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ പോപ്പി ബ്ലൂ, ഹിമാലയൻ പോപ്പി ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറുണ്ട്. പിന്നെ ക്യാമറ്റ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫുള്ളൊരു മാറ്റ് വൈറ്റിലാണ് വരുന്നത്. ഇങ്ങനെ ഓൺ റോഡ് വരുമ്പോൾ പ്രൈസ് 3,46,000 ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ്. ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന കാസ ബ്രൗൺ എന്ന് പറഞ്ഞ കളറിൽ. ഈ ഇരിക്കുന്ന ഹാൻഡ്ലേ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. ഇത് വരുമ്പോൾ 3,65,000. മെറ്റാലിക് ബ്ലാക്കിൽ ഈ ഒരു ഗ്രാഫിക്സോട് കൂടിയാണ് വരുന്നത്. അതേപോലെ തന്നെ റിം നോക്കുകയാണെങ്കിൽ ഒരു ഗോൾഡൻ റിമ്മാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു 3,65,000 വരുന്നുണ്ട് ഓൺ റോഡ്. ഇപ്പം നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 months ആണ് ഒരു വെയിറ്റിംഗ് പീരീഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ December 31 മുമ്പ് ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണ് ഈ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ്. ഏത് കളറിനോടാണ് ഇപ്പോൾ ആൾക്കാർക്കും കൂടുതൽ താല്പര്യം? എല്ലാ കളേഴ്സും മിക്സ്ഡ് റെസ്പോൺസ് ആണ്. പിന്നെ കൂടുതലും ഇവിടെ ഷോറൂമിലൊക്കെ വരുമ്പോൾ ഇതാണല്ലോ കാണുന്നത്. അപ്പോൾ അതിലേക്ക് ഹാൻഡ്ലേ ബ്ലാക്കിൽ കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. 70 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതിലൊരു 3.1 ലിറ്ററോളം റിസർവിലായിരിക്കും. ടയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ 21 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. അതിൽ C8-ൻ്റെ ടയറാണ് വരുന്നത്. ഒരു ഡുവൽ പർപ്പസ് ടയറാണ്. നമുക്ക് ഓൺ റോഡും ഓഫ് റോഡും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. ബാക്കിൽ വരുമ്പോഴത്തേക്കും 140 ആണ് അതിൻ്റെ ടയറിൻ്റെ വിഡ്ത്ത് വരുന്നത്. 17 ഇഞ്ച് 140 ആണ് ടയർ വിഡ്ത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടെയിൽ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും കൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് നമ്മൾ ഇൻഡിക്കേറ്ററും അതിൽ തന്നെയാണ് ബ്രേക്ക് ലൈറ്റിൻ്റെ റെഡ് ലൈറ്റും വന്ന് ഇങ്ങനെയായിരിക്കും ടെയിൽ ലാമ്പ് പൊസിഷനും ഇൻഡിക്കേറ്ററും വരുന്നത്. അതേപോലെ തന്നെ ഇതെല്ലാം ഇൻബിൽഡ് തന്നെ വരുന്നത്. ഈ ഒരു കാരിയറൊക്കെ ഇത് ഇൻബിൽഡ് വരുന്നുണ്ട്. മാക്സിമം ലോഡ് വരുന്നത് 7 kg വരുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ഇതിൽ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. അപ്പോൾ നിലവിൽ കസ്റ്റമൈസേഷൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് അത്യാവശ്യം ഇതിൽ വരുന്ന ഒരു ലാർജ് വിൻസ്ക്രീൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹാൻഡിൽ ബാറിനൊരു ബ്രേസ് പാഡ്, പിന്നെ ഒരു റാലി കിറ്റ് വരുന്നുണ്ട്. അതിൽ നമുക്ക് എക്സ്ട്രാ സീറ്റ്സ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ടോപ്പ് ബോക്സ്, പാനിയർ ബോക്സ്, അങ്ങനെ ഒട്ടനവധി കസ്റ്റമൈസേഷൻ ഐറ്റംസ് അവൈലബിൾ ആയിരിക്കും. അത് കമ്മിങ് സൂൺ ആണ്. നിലവിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ ടൈപ്പ് റൈഡേഴ്സിനെയും തീർത്തും സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ബൈക്ക് തന്നെയാണ് ഹിമാലയൻ 450. എന്തായാലും ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇനി നിരത്തുകൾ വാഴാൻ പോകുന്നത് ചിലപ്പോൾ ഹിമാലയൻ 450 ആയിരിക്കും. അപ്പോൾ ഏറ്റവും അടുത്ത ഒരു ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ ഫീച്ചേഴ്സുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.